ഒരാഴ്ചത്തെ എൻ്റെ റൂമിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഇന്നെനിക്ക് ഓഫീസിൽ പോകണ്ടാത്തതുകൊണ്ട് നല്ല ലേറ്റായിട്ട് എണീറ്റ് പതിവ് പോലെ വെളിയിലോട്ട് വാങ്ങി നോക്കി നിന്നപ്പോൾ അതേ നമുക്കറിയുന്ന ഒരാൾ പോകുന്നു. ഇനി ഇങ്ങനെ യുദ്ധം ആരംഭിക്കല്ലേ. ഒരാഴ്ചത്തെ തുണി നമുക്ക് അലക്കാനുണ്ട്. എത്ര തുണി കൊണ്ടിട്ടാലും പിന്നെയും അവിടുന്ന് ഇവിടുന്ന് പെറുക്കിക്കൊണ്ട് വരുന്നത് എൻ്റെ ഒരു ശീലമാണ്. ഗ്യാസ് ഇല്ലെങ്കിൽ എന്താ, എൻ്റെ അടുക്കളയുടെ അവസ്ഥ കണ്ടില്ലേ. എന്നാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കുറേ പാത്രം ഞാൻ കഴുകി. അവസാനം വെയിലത്ത് കൊണ്ടുവച്ചപ്പോഴാണ് ഞാൻ തന്നെ കാണുന്നത് ഇത്രയും പാത്രം ഞാൻ കഴുകിയായിരുന്നല്ലേ. എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ സെയിം തുണി തന്നെ ഒരു 3-4 വട്ടം ഞാൻ കഴുകാറുണ്ട്. അങ്ങനെ ഒരു 3 സെറ്റോളം തുണി എനിക്ക് ഒരാഴ്ചത്തേക്ക് അലക്കാൻ കാണും. പിന്നെ റൂമിൻ്റെ അവസ്ഥ അത്ര പരിതാപകരമല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലായിരുന്നു. എന്നാലും ഞാൻ തൂത്ത് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. നല്ല ചോറും അതുപോലെ തന്നെ കരിമീൻ വറുത്തതും കൊണ്ടാട്ടം മുളകും സാമ്പാറും മീൻകറിയൊക്കെ ആയിട്ട് ഞാൻ ചോറ് കഴിച്ചു ഉച്ചയ്ക്ക്. പിന്നെ എൻ്റെ ഈ റൂമും കിച്ചണൊക്കെ ഇതുപോലെ ഇങ്ങനെ വൃത്തിയായി കാണുമ്പോഴത്തേനും ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഇനി ഇത്രേ ഉള്ളൂ. ബൈ.